സസ്പെൻഷനിലായ എൻ പ്രശാന്ത് IASന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് സർക്കാർ. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന ആവശ്യമാണ് സർക്കാർ എതിർത്തത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായതിനാൽ ഹിയറിംഗിന് രഹസ്യ സ്വഭാവമുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. ഈ മാസം 16-നാണ് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ പ്രശാന്ത് ഹാജരാകേണ്ടത്. ഉന്നത ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലാണ് എൻ പ്രശാന്ത് IAS. ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് അവമതിപ്പുണ്ടാക്കും വിധം പ്രവർത്തിച്ചെന്നുമായിരുന്നു സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയിരുന്നില്ല. തുടർന്ന് പ്രശാന്തിന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. ഹിയറിംഗ് നടത്താനായി ഈ മാസം 16-ന് ഹാജരാകാൻ ചീഫ് സെക്രട്ടറി നോട്ടീസ് നൽകി. എന്നാൽ ഇവിടെയാണ് പുതിയ വിവാദം ഉടലെടുക്കുന്നത്. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്നും റെക്കോർഡ് ചെയ്യണമെന്നുമാണ് എൻ പ്രശാന്തിന്റെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കില്ലെന്നാണ് സർക്കാർ നിലപാട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായതിനാൽ ഹിയറിംഗിന് രഹസ്യ സ്വഭാവമുണ്ടെന്ന് സർക്കാർ പറയുന്നു. വ്യക്തിപരമായ ഹിയറിംഗിൽ ലൈവ് സ്ട്രീം ആവശ്യപ്പെടുന്നത് അസാധാരണ നടപടിയാണെന്നാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥർ വരെ വ്യക്തമാക്കുന്നത്. പ്രശാന്തിനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് സർക്കാർ ആലോചിക്കുമ്പോഴാണ് ഹിയറിംഗ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ നവംബർ 11-നായിരുന്നു പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകനെയും K. ഗോപാലകൃഷ്ണൻ IASനെയും പ്രശാന്ത് കടന്നാക്രമിച്ചത് IAS പോരിന് തുടക്കം കുറിച്ചിരുന്നു. വിഷയത്തിൽ നടപടി സ്വീകരിച്ചതോടെ ചീഫ് സെക്രട്ടറിയോടും പോരടിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.